വിഷ്ണു, എന്റെ വിഷ്ണു. മരിച്ചു മോളെ? ഇല്ല, എന്റെ വിഷ്ണുവിന് ഒന്നും സംഭവിക്കില്ല. ഞാൻ മരിച്ച എന്റെ മോക്ക് ആരും ഉണ്ടാവില്ല. വിഷ്ണുമോനെ, വിഷ്ണുമോനെ, കഥ തുറക്ക്. ഇല്ല, നിങ്ങൾ എല്ലാരും കൂടെ ഞങ്ങളെ കൊല്ലും. ഒരു ഉറുമ്പിനെ പോലും നോക്കാത്തവനാ ഞാൻ. മക്കളെ, കഥ തുറക്ക്. ഇല്ല, ഗോവിന്ദനും വിഷ്ണുവിനെ നല്ല കൂട്ടു നിന്നില്ലേ. ഗുരുവായൂരപ്പ, മക്കളെ എന്തായി പറയുന്നത്? അല്ലെങ്കിലും എന്റെ ഗതി ഇങ്ങനെയൊക്കെ തന്നെയാ. ഈശ്വര, ഡയാന, വിഷ്ണു, കഥ തുറക്ക. ഇല്ല, തുറക്കില്ല. നിങ്ങളുടെ ആന്റിയാണ് വിളിക്കുന്നത്. കഥ തുറക്ക. നിങ്ങളുടെ ഭർത്താവാണ് എന്റെ വിഷ്ണുവിനെ അടിച്ചത്. നിങ്ങളെല്ലാം കൂടെ ഞങ്ങളെ കൊല്ലും. ഞാൻ ഇവിടെ ഉള്ളപ്പോ നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. ആന്റിയല്ലേ പറയുന്നത്. കഥ തുറക്ക. ഇല്ല, എന്റെ വിഷ്ണു നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു എന്ന് പറ. നിന്നെയും വിഷ്ണുവിനെയും ജീവനെ പോലെ സ്നേഹിച്ചോണ്ടാണ് ഞാൻ. എനിക്കിവിടെയുള്ള ആശ്വാസം നിങ്ങളല്ലേ. കഥ തുറക്ക വിഷ്ണു, പ്ലീസ്. കഥ തുറക്ക. തുറക്കില്ല. തുറക്കില്ലേ? വേണ്ട. പക്ഷെ ആന്റി നാളെ ഇവിടെ വിട്ടു പോകുമ്പോ എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവും, തീർച്ച. എന്നെ തോൽപ്പിച്ചേ അടങ്ങൂ എന്നാണ് ഭാവം. ഇല്ല, ഞാൻ തോക്കില്ല. അപ്പൊ ഗോവിന്ദനുള്ള സ്നേഹം ഇത്രേ ഉള്ളൂ. മനസ്സിലായി. ആർക്കെ സാറിന്റെ ഒരു ടെലഗ്രാം വന്നിട്ടുണ്ട്. അദ്ദേഹം നാളെ വരുന്നെന്ന്. ആർക്കെങ്കിലും നാളെ വരുന്നെന്ന്. ദൈവമേ, നമ്മൾ രക്ഷപ്പെട്ടു. അങ്കിളിക്ക് വന്നോട്ടെ, എന്നെ തല്ലിയവനെയൊക്കെ കാണിച്ചു കൊടുക്കാം. ആ പിന്നെ ഡയന, അങ്കിളിന് നിന്റെ മോഡൽ വേഷമൊന്നും ഇഷ്ടപ്പെടില്ല. അങ്കിൾ ഭയങ്കര സ്ട്രിക്റ്റാ. അപ്പൊ എന്നെ പിടിക്കൂ. അത് ഞാൻ എങ്ങനെയെങ്കിലും സോപ്പിട്ട് ശരിയാക്കാം. പക്ഷേ നീ നാളെ സാരി കൊടുക്കണം. ഐഡിയ. ആന്റി എന്നൊരു മഞ്ഞസാരി ഉണ്ടല്ലോ, അത് കൊടുക്കാം. ഡബിൾ ഓക്കെ. ഉപ്പുവെള്ളം വീണ വേഗം മുറിവ് കരിയെന്നാ ഗോവിന്ദൻ പറഞ്ഞത്. ഞാൻ എന്ത് തെറ്റിയിട്ടാ ഡയന ആ അങ്കിൾ എന്നെ അടിച്ചത്? ഏതായാലും ആർക്കെങ്കിലും ഇന്ന് വരുമല്ലോ. പ്രൊഫസറങ്ങളും ആന്റിയും ആർക്കെങ്കിലും മുമ്പിൽ നിന്ന് വിറയ്ക്കുന്ന നമുക്ക് കാണാം. ആന്റി പാവമാ ഡയന, നമ്മളോട് അവർക്ക് എന്ത് സ്നേഹമാണ്. ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ലെങ്കിലും ഒരമ്മയുടെ സ്നേഹം ആദ്യമായി തന്നത് ആന്റിയാ. നമ്മളെ കൊണ്ടുപോയി മക്കളെ പോലെ വളർത്തിക്കൊള്ളാമെന്ന് ആന്റി പറഞ്ഞത് അങ്കിളിന് പിടിച്ചു കാണില്ല. ദുഷ്ടം. ആ ഉപ്പുവെള്ളം വീണപ്പോ ഭയങ്കര നീറ്റൽ. പാവം വിഷ്ണു. എന്റെ മോന്റെ മുറികളിൽ ഞാൻ ഉമ്മ വരട്ടെ, വേദന മാറി. മനസ്സിലിരിക്കട്ടെ.
ജീവിതത്തിൽ ആദ്യമായി ഒരു പുരുഷനെ ഞാൻ അറിയുന്നത് കറുപ്പയ്യനിലൂടെയാണ്. കറുപ്പയ്യനെ വിട്ട് ഞാൻ പോവില്ല.